യെസ്, ആഘോഷങ്ങൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് അതൊരു വികാരം തന്നെയാണ്. അങ്ങനെ ഒരു ആഘോഷം ബഹ്റിന്റെ മണ്ണിൽ നടക്കാനായിട്ട് പോകണം. ഹായ്, ദിസ് ഈസ് ആർ ജെ നന്ദ ഫ്രം റേഡിയോ സുനോ 87.6 FM. ഈ ആഘോഷത്തെ കുറിച്ച് ഞാനിനി കാര്യമായിട്ട് കുറച്ചധികം പറയട്ടെ. നമ്മുടെ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒരു ഗംഭീര പരിപാടി നമ്മുടെ ബഹ്റിന്റെ മണ്ണില് ഈ ഫെബ്രുവരി മാസത്തിൽ 6-ാം തീയതി നടത്താനായിട്ട് പോവാണ്. ഹർഷം പത്തനംതിട്ട ഫെസ്റ്റ് 2026. എവിടെയാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ വേദിയിൽ അന്നേ ദിവസം വൈകുന്നേരം ഒരു 5:30 മുതൽ സ്റ്റാർട്ട് ആവാൻ പോവാണ്. സോ ഒരു ഗംഭീര പരിപാടിയുടെ നട്ടലിനായിട്ടുള്ള കുറച്ചധികം പേര് നമ്മുടെ കൂടെ ഇന്ന് റേഡിയോ സുനോന്റെ ഓഫീസിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ കുറച്ച് കാര്യമായിട്ട് നമ്മൾ പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനുമുണ്ട്. സോ അപ്പൊ നമുക്ക് അവരുടെ ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ഇത്രയും പേരാണ് നമ്മുടെ ഇന്ന് ഓഫീസിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി പോസ്റ്റൽ ലോഞ്ചിന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അതിൽ ആദ്യം തന്നെ വെൽക്കം ചെയ്യാനായിട്ടുള്ളത് അലക്സ് മഠത്തിൽ, OICCയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ജീസൺ ജോർജിന്റെ ഫെസ്റ്റ് ജനറൽ കൺവീനറും OICCയുടെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ബിനു കുന്നന്താനമുണ്ട്, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗമാണ്. കൂട്ടത്തിൽ ജേക്കബ് തേക്കതോട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് OICC നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബിബിൻ മാടത്തിയെടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം കൺവീനറും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയുമാണ്. ഒപ്പം തന്നെ മനോജ് മയ്യന്നൂർ പ്രോഗ്രാം ഡയറക്ടറും ഓറയുടെ ചെയർമാനുമാണ്. സോ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഈ ഒരു വേദിയിൽ ഈ ഒരു പ്രോഗ്രാം കളർഫുൾ ആക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റൽ ലോഞ്ച് ഗംഭീരമാക്കണമെന്നുണ്ടെങ്കിൽ 2 പേരെ കൂടി ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യണം. സോ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ റേഡിയോ സുനോയുടെ അമരക്കാരിൽ ഒരാളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാം ഹെഡും സോഷ്യൽ മീഡിയ ഹെഡായിട്ടുള്ള അച്ചുവിനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ റേഡിയോ സുനോയുടെ സെയിൽസ് ഹെഡായിട്ടുള്ള പ്രജിത്തേട്ടനെ കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. യെസ്, നമ്മുടെ ഒരു കോളം അങ്ങനെ ഇപ്പോ നിലവില് തികഞ്ഞിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പൊ എന്തായാലും ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള പോസ്റ്റർ ലോഞ്ചിലേക്ക് നമുക്ക് കടക്കാനായിട്ടുണ്ട്. സോ അതിനായിട്ട് ജേക്കബ് തേക്കതോട്, OICC നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഒപ്പം തന്നെ ബിബിൻ മാടത്തെടുത്ത പ്രോഗ്രാം കൺവീനറും ജില്ലാ സെക്രട്ടറിയുമാണ്. 2 പേര് കൂടി ഒരു വേദിയിലേക്ക് ഇവർക്ക് 2 പേർക്കും പോസ്റ്റർ നൽകാനായിട്ട് വെൽക്കം ചെയ്യുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി പത്തനംതിട്ടയുടെ ഈ ഒരു വലിയൊരു ഗംഭീര പരിപാടിക്ക് എല്ലാവിധ ആശംസകളും റേഡിയോസിനോ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഹർഷം പത്തനംതിട്ട ഫെസ്റ്റ് 2026 അങ്ങനെ കളർഫുൾ ആയിട്ട് ഗംഭീരമായിട്ട് തുടക്കം ഇവിടെ നിന്ന് തുടങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ പ്രയത്നമാണ്, ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ തുടക്കം അല്ലെങ്കിൽ ആ തുടക്കം മുതൽ ഇതുവരെയുള്ള പ്രോസസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കൊന്ന് അറിയണം. സോ അതിനായിട്ട് ആദ്യം തന്നെ സംസാരിക്കാനായിട്ട് വെൽക്കം ചെയ്യുന്നത് ബിനു കുന്നന്താനമാണ്, OICCയുടെ ഗ്ലോബൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. വളരെ സന്തോഷം. ബഹ്റിൻ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ഫെബ്രുവരി മാസം 6-ാം തീയതി ബഹ്റിൻ കേരളീയ സമാജത്തിൽ ഓറ ആർട്സിന്റെയും ബഹ്റിൻ കേരളീയ സമാജത്തിന്റെയും സഹകരണത്തോടുകൂടി നടത്തുന്ന ഒരു കൾച്ചറൽ ഇവന്റാണ് ഹർഷം 2026. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് മറ്റുള്ള പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി കൾച്ചറൽ പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോമഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് എല്ലാ ദിവസവും നമ്മൾ വളരെയധികം പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് ജോലിക്കാരാണെങ്കിലും സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിലും ഏത് രീതിയിലുള്ള ആളാണെങ്കിലും ആ പ്രതിസന്ധികളെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് കുറച്ചു നേരം ഹാസ്യത്തിൽ കുറച്ച് ചിരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിലേക്കാണ് ഞങ്ങൾ ഈ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായത് 1997-ലാണ്. നാട്ടിലെ പൊതുപ്രവർത്തനം നടത്തി അവിടെ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശ്രീ രാജു കല്ലുംപുറം, ശ്രീ സാമുവൽ കിഴക്കുപുറം അടക്കമുള്ള ആളുകൾ, ഇങ്ങനെ മലയാളികളായിട്ടുള്ള നാട്ടിലെ കോൺഗ്രസ് അനുകൂല പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ന് OICC എന്ന പേരിൽ. ആദ്യമായി ഇന്ത്യൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് IOCC എന്ന പേരിലാണ് രൂപീകരിച്ചതെങ്കിലും 2009 മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ സംഘടനകളെയും, കോൺഗ്രസ് അനുകൂല സംഘടനകളെല്ലാം ഒറ്റ പേരിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് OICC എന്ന പേര് രൂപീകരിച്ചത്. ആദ്യത്തെ യോഗം ബഹ്റിനിൽ വെച്ച് തന്നെയാണ് കൂടിയത്. അതിനുശേഷം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ
വിവിധ കമ്മിറ്റികൾ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2024 മുതൽ പുതിയ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനം നാട്ടിൽ നടത്തുന്ന ആളുകൾക്ക് തൊഴിൽ തേടി പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് വരുമ്പോൾ അവരുടെ മനസ്സിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടും ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിരുന്ന പ്രസ്ഥാനത്തിന്റെ പൊതുപ്രവർത്തനത്തെ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനങ്ങൾ ഇത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. പാവപ്പെട്ട ആളുകളെ ഏത് രീതിയിലൊക്കെ സഹായിക്കാമോ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അതിനൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഈ പവിഴദ്വീപിൽ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അതിന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ ഹർഷം 2026 ബഹുമാനപ്പെട്ട പത്തനംതിട്ടയുടെ ജനകീയനായ എം പി ശ്രീ ആന്റോ ആന്റണി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ KPCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധവ്, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പില്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളാണ് ഗസ്റ്റായിട്ട് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ബഹറിലെ പ്രമുഖരായിട്ടുള്ള ആളുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇങ്ങനെ റേഡിയോ സുനോയുടെ ഓഫീസിൽ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം ചേർന്ന് ഇതിന്റെ വിശേഷങ്ങൾ ഈ പൊതുജനത്തെ, പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് മലയാളികളെ അറിയിക്കാൻ കിട്ടിയ ഒരു അവസരം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഈ ഹർഷം 2026 വിജയത്തിന് കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞോട് നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ശ്രീ ജീസൺ ജോർജ്, ഫെസ്റ്റ് ജനറൽ കൺവീനറും OICCയുടെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമാണ്. സാർ, എവിടം വരെയായി ഒരുക്കങ്ങളൊക്കെ? എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആത്മീയ സമ്പത്ത് കൊണ്ടും മത ഐക്യം കൊണ്ടും സമ്പന്നമാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ എന്തുകൊണ്ടും പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗമല്ല, പത്തനംതിട്ടയിലുള്ള എല്ലാ അംഗങ്ങളും, ബഹറിനിലുള്ള എല്ലാ പ്രവാസികൾക്കും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹർഷം 2026. ഈ 2026 എല്ലാ കലാ ആസ്വാദകരെയും വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, ഫ്ലവേഴ്സ് കോമഡി ചാനലിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു കോമഡി ഫ്രെയിമാണ് ടീം പത്തനംതിട്ട എന്ന് പറയുന്നത്. അവരിന്ന് എല്ലാ ലോകാലോകങ്ങളിൽ എല്ലാവരും സഞ്ചരിച്ച് അവരുടെ പ്രോഗ്രാമുകൾ നടത്തുകയാണ്. അവരാണ് ആദ്യമായി ഈ പവിഴദ്വീപിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും സമ്മർദ്ദം നിറഞ്ഞ ഈ ഒരു കാലയളവിൽ ഈ പ്രവാസ ലോകത്ത് നമുക്കൊന്ന് പൊട്ടിച്ചിരിക്കുവാനും എല്ലാവർക്കും കൂടെ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലുള്ളവർക്ക് എല്ലാവർക്കും പരസ്പരം നമ്മൾക്ക് പരിചയപ്പെടുവാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. ഈ ബഹറിലുള്ള എല്ലാ കലാസ്വാദകരെയും വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ പറയുന്ന മറ്റൊരു വ്യക്തിത്വം കൂടി നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു വേദിയുടെ പ്രോഗ്രാം ഡയറക്ടറും അതുപോലെ തന്നെ ഓറ ചെയർമാനുമായിട്ടുള്ള മനോജ് മൈനൂർ. സർ, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് 2 വാക്ക്. ആദ്യമായിട്ട് റേഡിയോസിനു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു പ്രോഗ്രാം ഹർഷം 2026, ഈ പ്രോഗ്രാമിൻ്റെ വിജയം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് തരും എന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം ടീം പത്തനംതിട്ട മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതരായ ഒരു ടീമാണ്. അതോടൊപ്പം നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ മിഥുൻ, ഒപ്പം ഗായിക കീർത്തി, ഗായിക സ്മിത, ഇവരൊക്കെ ഒന്നിച്ചു അണിനിരക്കുന്ന ഒരു ലൈവ് ഓർക്കസ്ട്രയോട് കൂടിയിട്ടുള്ള ഗാനമേളയും ഇതോടൊപ്പം ഉണ്ട്. ഈ പ്രോഗ്രാം വമ്പിച്ച വിജയമാകും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിന് മീഡിയക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് റേഡിയോസിനു. ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ പല പ്രോഗ്രാമുകൾക്കും ഈ അടുത്ത് കഴിഞ്ഞ പരിപാടിക്കും എല്ലാറ്റിനും റേഡിയോസിനുയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിലും കൂടുതലായിട്ടുള്ള സപ്പോർട്ട് ഈ പ്രോഗ്രാമിന് ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായി OICCയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ കേൾക്കാനായിട്ട്. നമസ്കാരം. ആദ്യം തന്നെ റേഡിയോസിനോയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ഫെസ്റ്റ് ഹർഷം 2026 ഫെബ്രുവരി 6 കേരള സമാജത്തിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും, ബഹ്റിൻ പൊതുസമൂഹത്തിലെ മുഴുവൻ ആൾക്കാരെയും ആ ഈവന്റിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. OICC പത്തനംതിട്ട ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു 2 മാസക്കാലമായിട്ട് നിരവധി പ്രോഗ്രാമുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യം തന്നെ വ്യത്യസ്ത
പരിപാടികളുമായിട്ട് ട്രീ കോമ്പറ്റീഷൻ അടക്കമുള്ള കുട്ടികൾക്കായിട്ടുള്ള ചിത്രരചനാ മത്സരം, അതുപോലെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പായസ മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു കഴിഞ്ഞു. ഇനി ഒരു മെഡിക്കൽ ക്യാമ്പ് ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ബഹറിലെ മുഴുവൻ ജനതയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും സഹകരണവും ഞങ്ങളോട് സഹകരിച്ച റേഡിയോ സുനോയോടുള്ള നന്ദിയും കടപ്പാടും ഇപ്പോൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫെസ്റ്റിന്റെ ചെയർമാൻ ഇന്ന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉള്ളതിനാൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. സയ്യിദ് എം.എസ് ചെയർമാനാണ് ഞങ്ങളുടെ ഫെസ്റ്റിന്റെ. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ പരിപാടിക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിരവധി കോമഡി താരങ്ങളും അതുപോലെ തന്നെ ഗായകരും ഒക്കെ പങ്കെടുക്കാൻ പോകുന്ന ഒരു ഗംഭീര വേദി ഒരുങ്ങാനായിട്ട് പോകണം നമ്മുടെ ബഹ്റിന്റെ മണ്ണില്. അതും ഫെബ്രുവരി മാസം 6-ാം തീയതി വൈകുന്നേരം 5:00 മറക്കണ്ട. ഹർഷം പത്തനംതിട്ട ഫെസ്റ്റ് 2026 റേഡിയോ സുനോയുടെയും എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.